കെപിസിസി പ്രസിഡന്റിന്റെ പേരിൽ വ്യാജ കത്ത് പ്രചരിപ്പിച്ചെന്ന കേസിൽ കെ സുധാകരന്റെ സഹോദരിയുടെ മകനെ ചോദ്യം ചെയ്തു. സണ്ണി ജോസഫ് നൽകിയ പരാതിയിൽ സൈബർ പോലീസാണ് ചോദ്യം ചെയ്തത്. സണ്ണി ജോസഫാണ് ഇങ്ങനൊരു പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജ കത്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കെ സുധാകരന്റെ സഹോദരിയുടെ മകനെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. സണ്ണി ജോസഫ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് ഇവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വ്യാജ കത്ത് പ്രചരിപ്പിച്ചത് എന്ന് അറിയണം. അതിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നറിയണം. വിജേഷ് ഗോവിന്ദൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. വിജേഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? വിജേഷ്, എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? എന്തൊക്കെയാണ് ചോദിച്ചറിഞ്ഞത്? എന്താണ് സൈബർ പോലീസ് പറയുന്നത്? ജീന, ഇത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് കെ സുധാകരന് കണ്ണൂർ സീറ്റ് നൽകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫ് AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു കത്ത് അയച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഈ വിവാദ വിഷയം. ഇത്തരത്തിലുള്ള ഒരു വ്യാജ കത്താണ് തന്റെ പേരിൽ പ്രചരിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് സൈബർ പോലീസിൽ കഴിഞ്ഞ ആഴ്ച പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ കണ്ണൂർ MP ആയിട്ടുള്ള കെ സുധാകരന്റെ മരുമകനായിട്ടുള്ള അജിത് കുമാറിനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആലക്കോട് സൈബർ പോലീസ് വിങ്ങാണ് അജിത്തിനെ ചോദ്യം ചെയ്തത്. ഈ ലെറ്റർ വ്യാജമായി ഉണ്ടാക്കിയതിന് പിന്നിൽ അജിത്ത് ഉണ്ട് എന്നുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അജിത് കുമാർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നതായും അജിത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ KPCC പ്രസിഡന്റിന്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ കത്താണ് പ്രചരിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് പോലീസിന് പരാതി നൽകിയത്. ആ അന്വേഷണത്തിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലുണ്ടായിരിക്കുന്നത്. ഏതായാലും അജിത് കുമാറിന് ഈ വ്യാജ കത്ത് ഉണ്ടാക്കിയതിന് പിന്നിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതിന്റെ ചില തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ വിളിച്ച് സൈബർ പോലീസ് വിങ്ങാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ ലെറ്റർ പാഡിൽ വ്യാജ കത്തയച്ചു മല്ലികാർജ്ജുൻ ഖാർഗെക്ക്. ഇതിന് പിന്നാലാണ് സണ്ണി ജോസഫ് പരാതി നൽകിയത്. ഈ വ്യാജ കത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്നായിരുന്നു പരാതി. ഇപ്പോൾ കെ സുധാകരന്റെ സഹോദരിയുടെ മകനെയാണ് ചോദ്യം ചെയ്തത്. വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്നും വിജേഷ് ഗോവിന്ദൻ നൽകിയത്.